ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അതിനകത്തുള്ള ചില സൗകര്യങ്ങളെക്കുറിച്ചും നമ്മൾ മുൻപ് 2 വീഡിയോകൾ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും ആ 2 വീഡിയോസും ശ്രദ്ധിച്ചിരുന്നു എന്ന് കരുതുന്നു. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്കായി ആ വീഡിയോസിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതൊന്ന് കാണുക. ആ വീഡിയോ കണ്ടവർ ചില സംശയങ്ങൾ വിളിച്ചു ചോദിച്ചിരുന്നു. അത്തരം സംശയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ഫോംസിൽ എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ ഫോംസിൽ സർവേകളും അതുപോലെ തന്നെ പരീക്ഷകളും ആരംഭിക്കേണ്ടുന്ന സമയവും അത് അവസാനിപ്പിക്കേണ്ടുന്ന സമയവും സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അതിനായി നമുക്ക് ഗൂഗിൾ ഫോംസ് തുറക്കാം. ഞാനിവിടെ ക്രോമാണ് തുറക്കുന്നത്. ക്രോം ബ്രൗസർ തുറന്നു വന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ഫോംസ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഗൂഗിളിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ എന്നാണ്. സൈൻ ഇൻ ചെയ്യാൻ ജിമെയിൽ, ഇമേജസ് തുടങ്ങിയവ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി കഴിയും. പ്രൊഫൈൽ പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. അതില്ലെങ്കിൽ പേരിൻ്റെ ഒരു അക്ഷരം അവിടെ വന്നിരിക്കും. അത് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ കാണുന്ന സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ജിമെയിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഗൂഗിൾ ഫോംസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവീസ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്, പേഴ്സണൽ, ബിസിനസ്. അതിൽ നമ്മൾ എടുക്കുന്നത് പേഴ്സണലാണ്. അത് തുറന്നു. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ സ്റ്റാർട്ട് എ ന്യൂ ഫോം കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പേജ് തുറന്നു വരും. ഈ കാര്യങ്ങൾ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് വിശദമായി കാണുക. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് 10th എക്സാമാണ് നടത്തുന്നത്. ഉദാഹരണമായിട്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സിൽ പോയിട്ട് ക്വിസസിലേക്ക് മാറ്റാം. സർവേ അല്ല, ചോദ്യങ്ങളാണെങ്കിൽ ക്വിസസിലേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത് എന്നാണ്. അതിനായി നമുക്ക് ഈ പ്രൊഫൈൽ ഐക്കണിൻ്റെയും സെൻഡ് എന്ന ബട്ടൻ്റെയും നടുവിലായിട്ടൊരു 3 dots കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. മേക്ക് എ കോപ്പി, മൂവ് ടു ബിൻ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണാം. അതിൻ്റെ അടിയിലായിട്ട് ആഡ് ഓൺസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആഡ് ഓൺസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കാണാൻ വേണ്ടി കഴിയും. ഫോം ലിമിറ്റർ, ഫോം നോട്ടിഫിക്കേഷൻസ്, ഫോം റേഞ്ചർ എന്നൊക്കെ പറയുന്നൊരു കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ഇതിൽ ഈ ഫോം ലിമിറ്റർ നമ്മൾ ആഡ് ഓണിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോംസ് അവസാനിപ്പിക്കേണ്ടുന്ന സമയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഫോം തുടങ്ങുന്നതും അവസാനിക്കുന്നത് 2 ടൈമും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കൺട്രോൾ ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്ന് പറയുന്ന ഈ ഒരു ആഡ് ഓൺ ആണ്. ഈ ആഡ് ഓൺ നമുക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ബട്ടൺ ഇവിടെയുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൺട്രോൾ ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ് നീഡ്സ് യുവർ പെർമിഷൻ ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ഇൻസ്റ്റാളിങ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും അവർ ഏത് ID ആണെന്ന് പിന്നെയും ചോദിക്കും. നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ആണ് എന്നാലും ചോദിക്കും. അപ്പോൾ നമ്മൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറേ ചോദിക്കും.
അത് എലോ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡൺ എന്ന് വരും, ഡൺ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ് നമ്മൾ ആഡ് ഓണായി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അത് ചേർത്തിരിക്കുന്നു എന്ന് നമുക്കറിയാൻ വേണ്ടി കഴിയുക, ഇവിടെ ആഡ് ഓൺസ് എന്ന് പറയുന്നൊരു ബട്ടൺ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എത്ര ആഡ് ഓൺ ഇതിനകത്ത് നിന്ന് ചേർത്താലും എല്ലാം ഈ ബട്ടണിൽ തന്നെയാണ്. ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഒരു ലിസ്റ്റായിട്ട് വരും. ഇപ്പോൾ ഒന്നായതുകൊണ്ട് ഒറ്റയൊന്നേ ഉള്ളൂ, കൺട്രോൾ ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ്. ഇനി ഒരു ആഡ് ഓൺ കൂടെ ചേർക്കുകയാണെങ്കിൽ ഇതിന് താഴെ അത് വരും. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ ആക്സെപ്റ്റിംഗ് റെസ്പോൺസസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൺട്രോൾ ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ്, സെറ്റിംഗ് ആൻഡ് ഇൻഫോ, അതർ ആഡ് ഓൺസ്, റിപ്പോർട്ട് ആൻഡ് യൂസ്, അബൌട്ട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് സെറ്റിങ്സ് ആൻഡ് ഇൻഫോ ആണ്, അത് കൊടുക്കുക. അപ്പോൾ അത് വർക്കിംഗ് എന്ന് പറയുന്നൊരു ടാബ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വന്നു, നമുക്ക് ആവശ്യമുള്ള വിൻഡോ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് ഇവിടെ കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ സൈഡിലെ എയറോയിൽ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് 5-ാം തീയതിയാണ്, ഇനിയിപ്പോൾ 6-ാം തീയതിയാണ് തുടങ്ങേണ്ടതെങ്കിൽ 6-ാം തീയതി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് 6/11/2020 എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ ഇവിടെ ഇൻസ്ട്രക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് വായിക്കാവുന്നതാണ്. ഇനി അത് മാത്രം പോരാ, 6/11/2020 എപ്പോൾ തുടങ്ങണം? അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു 10 AM തുടങ്ങണം. 10 AM 10:15 തുടങ്ങണം. 10:15 സ്റ്റാർട്ട് ചെയ്യും. ഇനി എത്ര ആളുകൾക്ക് ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ക്ലാസ്സിലെ 50 കുട്ടികളാണെങ്കിൽ ഈ 50 ആളുകളെ 50 എന്ന് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. നമ്പർ, മാക്സിമം നമ്പർ ടു ആക്സെപ്റ്റ്, അത്രയും ആളുകളെ ലിമിറ്റ് ചെയ്യാം. ഇനി അതങ്ങനെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാതിരിക്കാം. ഇനി സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം എപ്പോഴാണ്? അപ്പോൾ നമ്മൾ 6-ാം തീയതി തുടങ്ങിയിട്ട് 6-ാം തീയതി തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. 10 AM തുടങ്ങിയത്. അത് നമ്മൾ ടൈം ഇപ്പോൾ 1 മണിക്കൂറാണ് കൊടുക്കുന്നതെങ്കിൽ 11 AM. പരീക്ഷകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് കൊടുക്കുക, 11:15. ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ചെയ്യണം. അത് എത്ര വേണമെങ്കിൽ നമുക്ക് എപ്പോഴാണോ കൊടുക്കേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം. അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സജസ്റ്റഡ് സോൺ ഉണ്ട്, ടൈം സോൺ മാപ്പ് വേണമെങ്കിൽ ഇവിടെ കൽക്കട്ട ടൈമാണ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ. അത് വേണമെങ്കിൽ ടൈം സോൺ മാപ്പ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോണ് മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനടിയിലുള്ള സേവ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ് സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഫോം ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് ആളുകൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഇത് തുറന്ന് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം ആവണം. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന എൻഡ് ടൈം കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയാണ് ഗൂഗിൾ ഫോംസിൽ ടൈം സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ 2-3 സംശയങ്ങൾ കൂടെ അധ്യാപകർ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.